ഒരിക്കൽ ഒരാൾ ഗുരുവിന്റെ അടുത്ത് വന്ന് ഗുരുവിനോട് ചോദിച്ചു, ഗുരു, ജീവിത പാഠങ്ങൾ പഠിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഗുരു അദ്ദേഹത്തോട് പറഞ്ഞു, നീ ആദ്യം 3 സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ട് വരൂ, അതിനുശേഷം ഞാൻ നിനക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാം. അദ്ദേഹം സന്ദർശിക്കേണ്ട 3 സ്ഥലങ്ങൾ പറഞ്ഞു കൊടുത്തു. ആദ്യമായിട്ട് അദ്ദേഹം ഗുരു പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. അതൊരു ഹോസ്പിറ്റലായിരുന്നു. അവിടെ ഹോസ്പിറ്റലിലെത്തിയ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. അതായത് സമ്പന്നരെന്നോ സമ്പത്തില്ലാത്ത ആളുകളെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ പലവിധ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന ആളുകളെ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു. അവരുടെ ഞരക്കം, മൂളല്, അതേപോലെ തന്നെ വേദന കടിച്ചമർത്തിയുള്ള ആ ഒരു കിടപ്പൊക്കെ കണ്ട സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായി, ഏറ്റവും നല്ല ഭാഗ്യം ആരോഗ്യമാണ്. പിന്നീട് അദ്ദേഹം ഗുരു പറഞ്ഞ 2ാമത്തെ സ്ഥലത്തേക്കാണ് പോയത്. അതൊരു ജയിലായിരുന്നു. അവിടെ എത്തിയ അദ്ദേഹത്തിന് മനസ്സിലായി, സ്വാതന്ത്ര്യമാണ് ഏറ്റവും നല്ല മറ്റൊരു ഭാഗ്യം. ആദ്യം പറഞ്ഞു ആരോഗ്യമാണ്, 2ാമത്തേത് സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം, നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക, നമുക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിക്കുക, നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ജീവിത മുന്നേറ്റം, അതിന് കഴിയുന്ന സ്വാതന്ത്ര്യമാണ് മറ്റൊരു മഹാഭാഗ്യം. പിന്നീട് അദ്ദേഹം 3ാമത് ഗുരു പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. അതൊരു സെമിത്തേരി ആയിരുന്നു. അവിടുത്തെ ആ ഒരു നിശബ്ദത അദ്ദേഹത്തെ വളരെ ഭയപ്പെടുത്തി. ഇവിടെ എത്തിയ അദ്ദേഹത്തിന് ധാരാളം ശവകുടീരങ്ങൾ കാണാൻ സാധിച്ചു. അതിന്റെ മുകളിൽ ഇൻസ്ക്രിപ്ഷൻസ് കാണാൻ സാധിച്ചു. പല കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. പല പല കേമന്മാരുടെയും അന്ത്യവിശ്രമ സ്ഥലമാണ് അതെന്ന് മനസ്സിലായി. പക്ഷേ എല്ലാം ആ ഒരു മരണത്തോടു കൂടി അവസാനിക്കുന്നു. നമ്മുടെ തോമസ് ഗ്രേ പറഞ്ഞതുപോലെ ദ പാത്ത് ഓഫ് ഗ്ലോറി ലീഡ്സ് ബട്ട് ടു ദ ഗ്രേവ്. മരണം വരെയുള്ളൂ ഈ ഒരു ആ ഒരു ജീവിതത്തിന്റെ എല്ലാ ആഡംബരങ്ങളും എന്ന് മനസ്സിലാക്കുന്നു. അതേപോലെ തന്നെ ഷേക്സ്പിയർ പറഞ്ഞ പോലെ ലൈഫ് ഇസ് എ ടെയിൽ ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ് ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ഫ്യൂരി സിഗ്നിഫൈങ് നത്തിങ്. ജീവിതം എന്ന ആ ഒരു കോലാഹലത്തിനിടയിൽ ഒന്നുമില്ല എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിന് അവിടെ നിന്നും ഉണ്ടാകുന്നു. ആരോഗ്യവും സ്വാതന്ത്ര്യവുമാണ് ഏറ്റവും വലിയ മഹാഭാഗ്യങ്ങൾ. അതോടൊപ്പം തന്നെ ഈ ജീവിതയാത്ര അവസാനിക്കാൻ ഒരു നിമിഷം മതി എന്ന യാഥാർത്ഥ്യവും. ഹാവ് എ നൈസ് ഡേ.